എവ്രിവൺ വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് CPC എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് കാണുന്ന കുറച്ച് അനാട്ടമി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. സോ ഈ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ജാനുവരി ടു ജൂലൈ മന്ത് വരെ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. Question number 1. A patient with trichomycosis has option A inflammation of the skin, option B fungal infection of the nail, option C fungal infection of the hair, and option D skin tumor. So the medical term tricho means hair or hair-like structures and mycosis എന്ന് പറയുന്നത് denotes a fungal infection ആണ്. So trichomycosis എന്ന് പറയുന്നത് is a fungal infection of the hair. So the answer is option C. Number 2. What is the connecting tube that transport urine from the bladder to the external environment? Option A ureter, B prostate, C epididymis, and option D urethra. So here the answer is option D urethra. So urethra is the connecting tube that transport urine from bladder to the external environment. ബ്ലാഡറിൽ നിന്നുള്ള യൂറീത്ര വഴിയാണ് ഔട്ട്സൈഡ് എൻവയോൺമെൻറ്റിലേക്ക്, അതായത് ഔട്ട്സൈഡ് ഓഫ് ദി ബോഡിയിലേക്ക് പാസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. Question number 3. What is the connecting tube that transports urine from kidney to the bladder? യൂറീത്ര പറഞ്ഞത് എന്തായിരുന്നു? ബ്ലാഡർ ടു ദി എക്സ്റ്റേണൽ എൻവയോൺമെൻ്റ് ആണ്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഫ്രം കിഡ്നി ടു ദി ബ്ലാഡർ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ യുറീറ്റർ, ഓപ്ഷൻ ബി പ്രോസ്റ്റേറ്റ്, ഓപ്ഷൻ സി എപ്പിഡിഡിമിസ്, ആൻഡ് ഓപ്ഷൻ ഡി യുറീത്ര. ഹിയർ ദി ആൻസർ ഇസ് ഓപ്ഷൻ എ യുറീറ്റേഴ്സ്. നമുക്ക് യുറീറ്റർ 2 ആണുള്ളത്, ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. സോ യുറീറ്റേഴ്സ് ആണ്. യുറീറ്റേഴ്സ് വഴിയാണ് കിഡ്നിയിൽ നിന്നും ബ്ലാഡറിലേക്ക് യൂറിൻ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ പാസ് ചെയ്ത് പോകുന്നത്. ബ്ലാഡറിൽ നിന്നും പുറത്തേക്ക് പോകുന്നത് ത്രൂ യുറീത്രയാണ്. സോ നമുക്ക് 2 കിഡ്നീസ് ഉള്ളത് കൊണ്ട് തന്നെ കിഡ്നിയിൽ നിന്നും ബ്ലാഡറിലേക്ക് പോകുന്നത് 2 ട്യൂബാണ്, യുറീറ്റേഴ്സ് ആണ്. ബട്ട് ബ്ലാഡറിൽ നിന്ന് ഔട്ട്സൈഡിലേക്ക് പോകുന്ന യുറീത്ര 1 ട്യൂബേ ഉള്ളൂ. Question number 4. Where is Warthin's tumor found? Option A thyroid gland, option B salivary gland, option C adrenal gland, and option D sweat gland. Here the answer is option B salivary gland. Salivary glandile parotid glandilana main ആയിട്ടും Warthin's tumor കാണുന്നത്. Question number 5. What is a respiratory condition? Option A tuberculosis, option B cardiac arrest, option C dermatitis, option D ascites. Here the answer is option A tuberculosis. ഇവിടെ ഓപ്ഷൻ എയിലുള്ള ട്യൂബർക്കുലോസിസ് മാത്രമാണ് റെസ്പിറേറ്ററി കണ്ടീഷൻ ആയിട്ട് വരുന്നുള്ളത്. ഓപ്ഷൻ ബിയിൽ കാർഡിയാക് അറസ്റ്റ് ആണ്, വിച്ച് ഇസ് റിലേറ്റഡ് ടു സർക്കുലേറ്ററി സിസ്റ്റം. ഓപ്ഷൻ ഡി ഡെർമറ്റൈറ്റിസ് ആണ്, ദാറ്റ് ഇസ് റിലേറ്റഡ് ടു ഇൻറ്റഗ്യുമെൻ്ററി സിസ്റ്റം. ആൻഡ് ഓപ്ഷൻ ഡി അസൈഡ്സ് ആണ്. അസൈഡ്സ് എന്ന് പറഞ്ഞാൽ പെരിറ്റോണിയൽ ക്യാവിറ്റിയിൽ ഫ്ലൂയിഡ് അക്യുമുലേഷൻ വരുന്നതാണ്. So that is also not related to respiratory system. Question number 6. Which is the clear membranous lining that covers the outer layer of the eye and not present in the front surface of the eye? Option A sclera, option B retina, option C conjunctiva, and option D lens. അപ്പോൾ clear membranous ആയിട്ടുള്ള lining which covers the outer layer of the eye. Outer layer of the eye എന്ന് പറയുന്നത് is the sclera. ആൻഡ് ഫ്രണ്ടിലാണെങ്കിൽ ഔട്ടർ ലെയർ എന്ന് പറയുന്നത് ഇസ് ദി കോർണിയ. സോ ഇവിടെ ഔട്ടർ ലെയർ ഓഫ് ദി ഐനെ കവർ ചെയ്യുന്നു ആൻഡ് നോട്ട് പ്രസൻറ്റ് ഇൻ ദി ഫ്രണ്ട് സർഫസ് ഓഫ് ദി ഐ ആണ്. അതായത് സ്ക്ലീറേനെ കവർ ചെയ്ത് നിൽക്കുന്നുണ്ട് ബട്ട് കോർണിയനെ കവർ ചെയ്യുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. So the answer is option C conjunctiva. Conjunctiva ആണ് thin clear membranous lining that covers the sclera and not the cornea ആണ്. സ്ക്ലീറയുടെ ഏരിയയിലാണ് കൺജങ്ക്റ്റൈവ പ്രസൻ്റ് ആയിട്ടുള്ളത്. ഫ്രണ്ട് സർഫസ് ഓഫ് ദി ഐ, ദാറ്റ് ഈസ് കോർണിയയുടെ ഫ്രണ്ടിൽ കൺജങ്ക്റ്റൈവ പ്രസൻ്റ് അല്ല. ഈ ഒരു ഇമേജ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. Number 7. The crescent shaped whitish area at the base of a nail is known as option A cuticle, option B matrix, option C nail plate, and option D lunula. Here the answer is option D lunula. Lunula is the
crescent shaped എന്ന് പറഞ്ഞാൽ ഹാഫ് മൂൺ ഷേപ്ഡ് വൈറ്റ് കളേർഡ് പാർട്ട് അറ്റ് ദി ബേസ് ഓഫ് എ നെയിലാണ് ലുണുല എന്ന് പറയുന്നത്. ഓപ്ഷൻ എ ഇസ് ക്യൂട്ടിക്കിൾ എന്ന് പറയുന്നത് ഇസ് ദ ടിഷ്യൂ ദാറ്റ് ഓവർലാപ്സ് അറ്റ് ദി ബേസ് ഓഫ് ദി നെയിലാണ്. നമ്മുടെ നെയിലിൻ്റെ ബേസ് ഏരിയയിൽ ഒരു ഓവർലാപ്പ് ചെയ്തിരിക്കുന്ന ആ ഒരു ഏരിയയിലുള്ള ടിഷ്യൂവിനെയാണ് ക്യൂട്ടിക്കിൾ എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി മെട്രിക്സ് ആണ്. മെട്രിക്സ് എന്ന് പറയുന്നത് ഏരിയ അണ്ടർ ദി ക്യൂട്ടിക്കിളാണ്. ക്യൂട്ടിക്കിളിൻ്റെ അണ്ടറിലുള്ള ഏരിയനെയാണ് മെട്രിക്സ് എന്ന് പറയുന്നത്. ആൻഡ് ഓപ്ഷൻ സി ഇസ് നെയിൽ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ വിസിബിൾ ഹാർഡ് പാർട്ട് ഓഫ് ദി നെയിലാണ്. നെയിലിൻ്റെ നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ഹാർഡ് പാർട്ടിനെ പറയുന്നതാണ് നെയിൽ പ്ലേറ്റ് എന്നുള്ളത്. സോ ലുണുലയാണ് ഹാഫ് മൂൺ ഷേപ്ഡ് വൈറ്റ് കളേർഡ് ബേസ് പാർട്ട് ഓഫ് ദി നെയിൽ എന്ന് പറയുന്നത്. Question number 8. What is the medical term for a skin condition characterized by red, itchy wells that can appear anywhere on the body? Option A acne, option B urticaria, option C eczema, option D vitiligo. And the answer is option B urticaria. It is also known as hives. This is a skin condition. അപ്പോൾ ഒരു റെഡ് ഇച്ചി ആയിട്ടുള്ള അപ്പിയറൻസ് ആയിരിക്കും ഉണ്ടാവുക. സോ ഡിഫറെൻറ്റ് ഏത് പാർട്ട് ഓഫ് ദി ബോഡിയിൽ വേണമെങ്കിലും ഇത് അപ്പിയർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 9. വാട്ട് ഈസ് എ പ്രൊസീജിയർ ദാറ്റ് മെഷേഴ്സ് ദി ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഓഫ് മസിൽസ് ടിഷ്യൂ ഇൻ ഡിറ്റർമൈനിങ് ദ സ്ട്രെങ്ത് ഓഫ് മസിൽ കോൺട്രാക്ഷൻ ആസ് മസിൽ ഇസ് സ്റ്റിമുലേറ്റഡ്? ഓപ്ഷൻ എ ഇലക്ട്രോകാർഡിയോഗ്രഫി, ഓപ്ഷൻ ബി ഇലക്ട്രോമയോഗ്രഫി, ഓപ്ഷൻ സി ഇലക്ട്രോന്യൂറോഗ്രഫി ആൻഡ് ഓപ്ഷൻ ഡി ഇലക്ട്രോഎൻസെഫാലോഗ്രഫി. So the answer is option B electromyography. So the word myo means muscle ആണ്. അപ്പോൾ മസിലിൻ്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി മെഷർ ചെയ്യുന്നതുകൊണ്ട് ഇലക്ട്രോമയോഗ്രഫി എന്ന് പറയും. ഓപ്ഷൻ എ ഇലക്ട്രോകാർഡിയോഗ്രഫി എന്ന് പറഞ്ഞാൽ ഹാർട്ടിൻ്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റീനെ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. ഓപ്ഷൻ സി ഇലക്ട്രോന്യൂറോഗ്രഫി ആണ്. ന്യൂറോ മീൻസ് നെർവ്സ് ആണ്. ഓപ്ഷൻ ഡി ഇലക്ട്രോഎൻസെഫാലോഗ്രഫി ആണ്. സോ ദ ടേം എൻസെഫാലോ മീൻസ് ബ്രെയിൻ ആണ്. സോ ബ്രെയിനിൻ്റെ ആക്ടിവിറ്റി മെഷർ ചെയ്യുകയാണെങ്കിൽ ഇലക്ട്രോഎൻസെഫാലോഗ്രഫി ആണ് യൂസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 10. വാട്ട് ഈസ് ദ മെഡിക്കൽ ടേം ഫോർ ഇച്ചിങ്? ഓപ്ഷൻ എ ഡെർമറ്റൈറ്റിസ്, ഓപ്ഷൻ ബി പ്രൂറൈറ്റിസ്, ഓപ്ഷൻ സി ഫംഗൽ ഇൻഫെക്ഷൻ, ഓപ്ഷൻ ഡി സോറിയാസിസ്. ഹിയർ ദി ആൻസർ ഇസ് ഓപ്ഷൻ ബി പ്രൂറൈറ്റിസ്. Question number 11. Which of the following is not a structure of integumentary system? So the question is, which is not a structure of integumentary system? Option A skin, option B lymph nodes, option C hair follicles and option D toenail. So the answer is option B lymph nodes. Lymph nodes belong to lymphatic system ആണ്. Skin, hair follicles, toenail ഒക്കെ വരുന്നത് integumentary systemത്തിലാണ്. സോ സ്കിൻ എന്ന് പറയുന്നത് ലാർജസ്റ്റ് ഓർഗൻ ഓഫ് അവർ ബോഡി ആണ്, കംപ്ലീറ്റ്ലി ഇൻറ്റഗ്യുമെൻ്ററി ആണ്. ആൻഡ് ഹെയർ ഫോളിക്കൽ, ടോനെയിൽ എന്നൊക്കെ പറയുന്നത് ഇൻറ്റഗ്യുമെൻ്ററി സിസ്റ്റത്തിൻ്റെ അപ്പൻഡേജസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 12. വാട്ട് ഡസ് ദ മെഡിക്കൽ ടേം ഐറ്റിസ് മീൻസ്? ഓപ്ഷൻ എ ഇൻസിഷൻ, ഓപ്ഷൻ ബി ഇൻഫ്ലമേഷൻ, ഓപ്ഷൻ സി എക്സിഷൻ ആൻഡ് ഓപ്ഷൻ ഡി പെയിൻ. സോ ദി ആൻസർ ഇസ് ഓപ്ഷൻ ബി ഇൻഫ്ലമേഷൻ. സോ ഐറ്റിസ് എന്ന് പറയുന്നത് ഇസ് എ സഫിക്സ്. സോ ഇൻഫ്ലമേഷൻ ആണ് അതിൻ്റെ മീനിങ് വരുന്നത്. സോ ഏത് ബോഡി പാർട്ടിലാണോ ഇൻഫ്ലമേഷൻ ഉള്ളത് അതിനനുസരിച്ച് ആ ഒരു ബോഡി പാർട്ടിൻ്റെ മെഡിക്കൽ ടേമിൻ്റെ കൂടെ നമ്മൾ ഐറ്റിസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്പർ 13. വാട്ട് ഈസ് ആൻ ഇൻഫ്ലമേഷൻ ഓഫ് ദി വൈറ്റ് ഔട്ടർ ലെയർ ഓഫ് ദി ഐബോൾ? ഓപ്ഷൻ എ സ്ക്ലീറൈറ്റിസ്, ഓപ്ഷൻ ബി കെരാറ്റൈറ്റിസ്, ഓപ്ഷൻ സി ഇറിഡൈറ്റിസ് ആൻഡ് ഓപ്ഷൻ ഡി കൺജങ്ക്റ്റൈവൈറ്റിസ്. And the answer is option A scleritis. The white outer layer of the eyeball എന്ന് പറയുന്നത് is the sclera. So scleral inflammation വരുമ്പോൾ that is scleritis. അപ്പോൾ സ്ക്ലീറയ്ക്ക് വേറെ മെഡിക്കൽ ടേം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ സ്ക്ലീറൈറ്റിസ് എന്ന് പറയുന്നത്. ഓപ്ഷൻ ബിയിലുള്ളത് കെരാറ്റൈറ്റിസ് ആണ്. കെരാറ്റോ മീൻസ് കോർണിയ ആണ്. സോ ഇൻഫ്ലമേഷൻ ഓഫ് ദി കോർണിയ ആണ് കെരാറ്റൈറ്റിസ്. ഓപ്ഷൻ സിയിൽ ഇറിഡൈറ്റിസ് ആണ്. ഇറിഡോ മീൻസ് ലെൻസ് ആണ്. സോ ഇൻഫ്ലമേഷൻ ഓഫ് ദി ലെൻസ് ആണ് ഇറിഡൈറ്റിസ് വരുന്നത്. ഓപ്ഷൻ ഡി is conjunctivitis, that is the inflammation of the conjunctiva, which is a thin membrane covering the sclera and not the cornea. Question number 14. What is an inflammation of the clear front part of the eye? Option A scleritis, option B keratitis, option C iriditis and option D conjunctivitis.
So the clear or the transparent front part of the eye is known as cornea. So corneയുടെ മെഡിക്കൽ ടേം വരുന്നത് കെറാട്ടോ ആണ്. സോ ദി ഇൻഫ്ലമേഷൻ ഓഫ് കോർണിയ ആണ് കെറാട്ടൈറ്റിസ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഈ സ്ക്ലീറൈറ്റിസ് കെറാട്ടൈറ്റിസ് ഇത് രണ്ടും എക്സാമിന് മാറി മാറി ചോദിക്കുന്നുണ്ട്. സോ നമ്മൾ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് വായിച്ചിട്ടില്ലെങ്കിൽ രണ്ടും ഔട്ടർ കവറിങ് ഓഫ് ദി ഐ ആണ്. ബട്ട് സ്ക്ലീറ എന്ന് പറയുന്നത് ബാക്കിലാണ്, ഐ ബോളിനെയാണ് കവർ ചെയ്ത് നിൽക്കുന്നത്. ഫ്രണ്ടിലുള്ള ഔട്ടർ കവറിങ് ആണെങ്കിൽ ദാറ്റ് ഇസ് കോർണിയ. സോ ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കിയിട്ട് വേണം ആൻസർ പിക്ക് ചെയ്യാനായിട്ട്. ആൻഡ് ഓൾസോ കൺജങ്ക്റ്റൈവൈറ്റിസ് ഇസ് ഓൾസോ ആസ്ഡ്. അപ്പം കൺജങ്ക്റ്റൈവ എന്ന് പറയുന്നത് തിൻ മെംബ്രേനിയസ് കവറിങ് ആണ് ഓഫ് ദി സ്ക്ലീറേനെയാണ് കവർ ചെയ്യുന്നുള്ളൂ, കോർണിയനെ കവർ ചെയ്യുന്നില്ല. Question number 15. What does the suffix orraphy means? Option A incision, option B surgical repair, option C surgical suturing, option D surgical excision. So the answer is option C surgical suturing. Orraphy എന്ന് പറയുന്നത് surgically suture ചെയ്യുന്നതിൻ്റെ മെഡിക്കൽ ടേം ആണ്. Question number 16. What is the medical term for white blood cells? Option A leukocytes, option B erythrocytes, option C thrombocytes, and option D lymphocytes. And the answer is option A leukocytes. Leuco means white, cytes means cell. Option B ലുള്ളത് erythrocytes ആണ്. That is erythro means red, cytes means cell. അപ്പോൾ red blood cells ആണ് erythrocytes. Option C is thrombocytes. Thrombo means പ്ലേറ്റ്ലെറ്റ്സ് ആണ്. സോ പ്ലേറ്റ്ലെറ്റ് സെൽസിനെയാണ് ത്രോംബോസൈറ്റ്സ് എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ലിംഫോസൈറ്റ്സ് ആണ്. ലിംഫ് സെൽസിനെയാണ് ലിംഫോസൈറ്റ്സ് എന്ന് പറയുന്നത്. Question number 17. A suffix that means pain. Option A plegia, option B pnea, option C algia, and option D apnea. The answer is option C algia. Algia ആണ് suffix that means pain എന്ന് പറയുന്നത്. സോ ഇപ്പോൾ മസിൽ പെയിൻ ആണെങ്കിൽ മയാൽജിയ എന്നാണ് പറയുന്നത്. ഓപ്ഷൻ എ ഇസ് പ്ലീജിയ. പ്ലീജിയ എന്ന് പറയുന്നത് പാരാലിസിസ് ആണ്. ഓപ്ഷൻ ബി നിയ എന്ന് പറഞ്ഞാൽ ബ്രീത്തിങ് ഓർ എയർ ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഓപ്ഷൻ ഡി ആപ്നിയ എന്ന് പറഞ്ഞാൽ ആബ്സെൻസ് ഓഫ് ബ്രീത്തിങ് ആണ്. Question number 18. What is a connective tissue that connects one bone to another bone? സോറി, അവിടെ ഒരു ഈസ് എക്സ്ട്രാ വന്നിട്ടുണ്ട് കേട്ടോ. സോ ഓപ്ഷൻ എ ടെൻഡോൺ, ഓപ്ഷൻ ബി ബേഴ്സ, ഓപ്ഷൻ സി ഫേഷ്യ, ആൻഡ് ഓപ്ഷൻ ഡി ലിഗമെൻറ്റ്. The answer is option D ligament. Ligament is the connective tissue that connects bone to bone. ഒരു ബോണിനെ വേറൊരു ബോണിലേക്ക് കണക്ട് ചെയ്യുന്നത് ലിഗമെൻറ്റ്. ഓപ്ഷൻ എ ഇസ് ടെൻഡോൺ. ടെൻഡോൺ എന്ന് പറയുന്നത് കണക്ട്സ് മസിൽ ടു എ ബോൺ ആണ്, മസിലിനെ ബോണിലേക്ക് കണക്ട് ചെയ്യുന്നതാണ്. ഓപ്ഷൻ ബി ഇസ് ബേഴ്സ. ബേഴ്സ എന്ന് പറയുന്നത് ഫ്ലൂയിഡ് ഫിൽഡ് സാക്കിൻ്റെ ജോയിൻ്റ് ആണ്. ഓപ്ഷൻ സി ഇസ് ഫേഷ്യ. ഫേഷ്യ എന്ന് പറയുന്നത് കണക്ട്സ് മസിൽ ടു സ്കിൻ ആണ്, മസിലിനെയും സ്കിന്നിനെയും കണക്ട് ചെയ്യുന്നതാണ് ഫേഷ്യ. നമ്പർ 19. വാട്ട് ഈസ് എ കണക്റ്റീവ് ടിഷ്യൂ ദാറ്റ് കണക്ട്സ് മസിൽ ടു ബോൺ? ഓപ്ഷൻ എ ടെൻഡോൺ, ഓപ്ഷൻ ബി ബേഴ്സ, ഓപ്ഷൻ സി ഫേഷ്യ, ആൻഡ് ഓപ്ഷൻ ഡി ലിഗമെൻറ്റ്. ദി ആൻസർ ഇസ് ഓപ്ഷൻ എ ടെൻഡോൺ. സോ ഈ ടെൻഡോൺ ആൻഡ് ലിഗമെൻറ്റ് ഈ രണ്ട് ക്വസ്റ്റ്യൻസും മാറി മാറി ചോദിക്കുന്നുണ്ട്. ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ ലിഗമെൻറ്റിൻ്റെ ആയിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക, ചിലതിൽ ടെൻഡോൺ ആയിരിക്കും. സോ ലിഗമെൻറ്റ് എന്ന് പറയുന്നത് ബോൺ ടു ബോൺ കണക്ഷൻ ആണ്. ടെൻഡോൺ എന്ന് പറയുന്നത് മസിൽ ടു ബോൺ കണക്ഷൻ ആണ്. Question number 20. Incision made to the abdominal wall is known as? Option A laparectomy, option B gastrotomy, option C laparotomy, option D gastrostomy. The answer is option C laparotomy. ലെപ്പാറോ എന്ന് പറയുന്നത് അബ്ഡമിനൽ വാളിൻ്റെ മെഡിക്കൽ ടേം ആണ്. ഓട്ടമി എന്ന് പറഞ്ഞാൽ ഇൻസിഷൻ ആണ്, അല്ലെങ്കിൽ സർജിക്കലി ഒരു കട്ടിടുക എന്നുള്ള മീനിങ് ആണ്. സോ ലാപ്രോട്ടോമി ഇസ് ദി ഇൻസിഷൻ മെയ്ഡ് ടു ദി അബ്ഡമിനൽ വാൾ. ഓപ്ഷൻ എയിൽ ലാപ്രെക്ടമി ആണ്, ദാറ്റ് ഇസ് എക്ടമി എന്ന് പറഞ്ഞാൽ സർജിക്കൽ റിമൂവൽ ആണ്. ഓപ്ഷൻ ബി ഗ്യാസ്ട്രോട്ടോമി ആണ്. ഗ്യാസ്ട്രോ മീൻസ് സ്റ്റൊമക്ക് ആണ്, അപ്പോൾ സ്റ്റൊമക്കിൽ ഇൻസിഷൻ ഇടുന്നതാണ് ഗ്യാസ്ട്രോട്ടോമി. ആൻഡ് ഓപ്ഷൻ ഡി ഗ്യാസ്ട്രോസ്റ്റോമി ആണ്. ഓസ്റ്റമി എന്ന് പറഞ്ഞാൽ പുട്ടിങ് എ പെർമനൻറ്റ് ഓപ്പണിംഗ് ആണ്, ഒരു ട്യൂബൊക്കെ പ്ലേസ് ചെയ്യാനായിട്ട് പെർമനൻ്റ് ആയിട്ട് നമ്മുടെ സ്റ്റൊമക്കിൽ ഒരു ഓപ്പണിംഗ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഇസ് ഗ്യാസ്ട്രോസ്റ്റോമി. Question number 21. Medical term for bones in fingers and toes. Option A carpels, option B tarsals, option C phalanges, option D patella. So the answer is option C phalanges.
സോ നമ്മുടെ ഫിംഗർ, ഹാൻഡിലെയും ലെഗിലെയും, ഫിംഗേഴ്സ് ആൻഡ് ടോസിലുള്ള ബോണുകളെ പറയുന്നത് ഫാലഞ്ചസ് എന്നാണ്. ഫിംഗേഴ്സിൻ്റെ മെഡിക്കൽ ടേം വരുന്നത് ഡിജിറ്റ് എന്നാണ്. സോ ബോണുകളുടെ മെഡിക്കൽ ടേമാണ് ഫാലഞ്ചസ് എന്ന് പറയുന്നത്. സോ ഫാലഞ്ചസ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആണ്. ഒരു ബോണാണെങ്കിൽ ഫാലങ്സ് എന്നാണ് പറയുന്നത്. സോ ഓപ്ഷൻ എ ഇസ് കാർപ്പൽസ്. കാർപ്പൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റിസ്റ്റിൽ ജോയിൻറ്റിലുള്ള ബോണുകളാണ്. ഓപ്ഷൻ ബി ടാസൽസ് ആണ്. ടാസൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആംഗിളിലുള്ള ബോണുകളാണ്. പാറ്റല്ല, ഓപ്ഷൻ ഡിയിലുള്ള പാറ്റല്ല എന്ന് പറയുന്നത് നീ ക്യാപ്പിൻ്റെ മെഡിക്കൽ ടേം ആണ്. നീ ക്യാപ്പ് ബോൺ ആണ്. Question number 22. Spleen belongs to which system? So the answer is lymphatic system. Spleen is an organ of lymphatic system. Tonsils and adenoids, lymph nodes, spleen, Peyer's patches, bone marrow, ഇതെല്ലാം lymphatic systemത്തിൽ വരുന്നതാണ്. The answer is lymphatic system. That is spleen belongs to lymphatic system ആണ്. Tonsils and adenoids, lymph nodes, spleen, Peyer's patches, ബോൺ മാരോ, ഇതെല്ലാം ലിംഫാറ്റിക് സിസ്റ്റത്തിലാണ് വരുന്നത്. ആൻഡ് സ്പ്ലീൻ ഇസ് ദ ലാർജസ്റ്റ് ഓർഗൻ ഓഫ് ലിംഫാറ്റിക് സിസ്റ്റം. Question number 23. Adrenal gland belongs to which system? And the answer is endocrine system. Adrenal gland belongs to endocrine system ആണ്. ഈ അഡ്രീനൽ ഗ്ലാൻഡ് ഇസ് ഓൾസോ നോൺ ആസ് സുപ്രാറീനൽ ഗ്ലാൻഡ്. അതായത് നമ്മുടെ കിഡ്നിയുടെ ടോപ്പിലായിട്ട് ഒരു ക്യാപ്പ് പോലെയാണ് ഈ ഒരു ഗ്ലാൻഡ് കാണുന്നത്. സോ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സുപ്രാറീനൽ ഗ്ലാൻഡ്. റീനൽ മീൻസ് കിഡ്നിയുടെ മുകളിലായതുകൊണ്ട് സുപ്രാറീനൽ എന്നും കൂടി പറയുന്നുണ്ട്. Question number 24. Oophorectomy means. So the term oopho means ovary ആണ്. എക്ടമി എന്ന് പറയുന്നത് സർജിക്കൽ റിമൂവൽ അല്ലെങ്കിൽ എക്സിഷൻ ആണ്. സോ ഓഫറെക്ടമി എന്ന് പറഞ്ഞാൽ എക്സിഷൻ ഓഫ് ഓവറീസ് ആണ്. സോ ഇവിടെ ഇമേജിലുള്ളത് യൂണിലാറ്ററൽ ഓഫറെക്ടമി കാണാം. അതായത് നമുക്ക് 2 ഓവറീസ് ആണുള്ളത്. അതിലെ വൺ സൈഡിൽ നിന്ന് റിമൂവൽ ഓഫ് ഓവറി ചെയ്യുകയാണെങ്കിൽ നമ്മളതിനെ യൂണിലാറ്ററൽ ഓഫറെക്ടമി എന്ന് പറയും. ഇനി ബോത്ത് സൈഡ്സിൽ നിന്ന് റിമൂവ് ചെയ്താൽ ബൈലാറ്ററൽ ഓഫറെക്ടമി എന്ന് പറയുന്നതാണ്. ദാറ്റ് ഇസ് both the ovaries are removed. ഇനി നെക്സ്റ്റ് വൺ സാൽപിഞ്ചോ ഓഫറെക്ടമി ആണ്. സാൽപിഞ്ചോ എന്ന് പറയുന്നത് ഫെലോപ്പിയൻ ട്യൂബാണ്. സോ ബോത്ത് ദി ഓവറീസ് ആൻഡ് ഫെലോപ്പിയൻ ട്യൂബും കൂടി റിമൂവ് ചെയ്യുകയാണെങ്കിൽ ബൈലാറ്ററൽ സാൽപിഞ്ചോ ഓഫറെക്ടമി എന്ന് പറയും. ഒരു സൈഡിൽ നിന്ന് മാത്രം യൂണിലാറ്ററലി ഓവറിയും ഫെലോപ്പിയൻ ട്യൂബും റിമൂവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സാൽപിഞ്ചോ ഓഫറെക്ടമി എന്ന് പറയും. രണ്ട് സൈഡിൽ നിന്നും ആണെങ്കിൽ ബൈലാറ്ററൽ സാൽപിഞ്ചോ ഓഫറെക്ടമി എന്ന് പറയും. വിത്ത് ടോട്ടൽ ഹിസ്റ്ററെക്ടമി എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് യൂട്രസ് കൂടി റിമൂവ് ചെയ്തിട്ടുണ്ടാകും. Question number 25. Endoscopic examination of colon. That is colonoscopy. സോ കോളോൺ എന്ന് പറയുന്നത് ലാർജ് ഇൻറ്റസ്റ്റൈൻ ആണ്. ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ എൻഡോസ്കോപ്പിക് എക്സാമിനേഷൻ നടത്തുകയാണെങ്കിൽ വി കോൾ ഇറ്റ് ആസ് കൊളോണോസ്കോപ്പി. Question number 26. Surgical repair of lips. Option A cheiloplasty, option B cheilopexy, option C rhinoplasty, option D cheilotomy. So the answer is option A cheiloplasty. Cheilo എന്ന് പറയുന്നത് ലിപ്സ് ആണ്. ഓപ്ലാസ്റ്റി ഇസ് ദി സർജിക്കൽ റിപ്പയർ. ഓപ്ഷൻ ബിയിൽ cheilopexy കാണാം. ഓപെക്സി മീൻസ് സർജിക്കൽ ഫിക്സേഷൻ ആണ്. സോ ലിപ്സിൻ്റെ സർജിക്കൽ ഫിക്സേഷൻ എന്ന് പറഞ്ഞാൽ cheilopexy. ഓപ്ഷൻ സി ഇസ് rhinoplasty. The term rhino means nose ആണ്. സോ സർജിക്കൽ റിപ്പയർ ഓഫ് നോസ് ആണെങ്കിൽ റൈനോപ്ലാസ്റ്റി. ഓപ്ഷൻ ഡി സ്കെയിലോട്ടോമി ആണ്. ലിപ്സിൽ ഇൻസിഷൻ ഇടുന്നതാണ് ഓപ്ഷൻ ഡിയിൽ പറഞ്ഞിട്ടുള്ളത്. Question number 27. What is blepharoplasty? The term blepharo means eyelid ആണ്. Oplasty is surgical repair. So blepharoplasty is the surgical repair of eyelids. സോ ഐലിഡ്സിന് നമ്മൾ ബ്ലെഫറോ എന്നും പാൽപിബ്രോ എന്നുകൂടി മെഡിക്കലി പറയുന്നുണ്ട്. Question number 28. What does the medical term entero means? Option A large intestine, option B small intestine, option C stomach and option D uterus. Answer is option B small intestine. Option A large intestine മെഡിക്കൽ ടേം വരുന്നത് colon ആണ്. Small intestine is entero, stomach is gastro and uterus is hystero. Question number 29. Which is the vein that carry oxygenated blood from the lungs to the left atrium of the heart?
So the answer is pulmonary vein. Pulmonary vein is the only vein in our body which carry oxygenated blood. Usually vein എന്ന് പറയുന്നത് carry deoxygenated blood ആണ് towards the heart. But pulmonary vein മാത്രമാണ് ലങ്സിൽ നിന്ന് പ്യുവർ ആയിട്ടുള്ള oxygenated blood ഹാർട്ടിലേക്ക് carry ചെയ്യുന്നത്. Question number 30. What is the medical procedure that examine the inside of the eye, including the retina and other internal structures? Option A, rhinoscopy. Option B, ophthalmoscopy. Option C, otolaryngoscopy. The answer is option B, ophthalmoscopy. Ophthalmoscopy is the examination of eye ആണ്. Rhinoscopy എന്ന് പറയുന്നത് rhino means nose ആണ്. ഓട്ടോലാരിംഗോ എന്ന് പറഞ്ഞാൽ ഓട്ടോ മീൻസ് ഇയർ, ലാരിംഗോ മീൻസ് ലാരിങ്സ് ആണ്. ഒഫ്താൽമോ മീൻസ് ഐ ആണ്. സോ എക്സാമിനേഷൻ ഓഫ് ഐ ഇസ് ഒഫ്താൽമോസ്കോപ്പി. സോ ഐ എം കണ്ടക്ടിങ് എ CPC പ്രിപ്പറേഷൻ ക്ലാസ് കംപ്ലീറ്റ്ലി ഓൺലൈൻ ആണ്. 15 days ആണ് ഡ്യൂറേഷൻ വരുന്നത്. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഫോർ മോർ ഡീറ്റെയിൽസ് എന്നെ മെയിൽ ചെയ്യുക at medcode0907@gmail.com അല്ലെങ്കിൽ മെഡിക്കൽ കോഡ് സർട്ടിഫൈഡ് എന്നുള്ള ഇൻസ്റ്റഗ്രാം ഹാൻഡിലിൽ DM ചെയ്യുക. താങ്ക് യു.